കേരളത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ആ ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു തരത്തിൽ ഒരു വലിയ പ്രശ്നം തമിഴ്നാട് നേരിടുന്നതെന്ന് പറയുന്നത്. അതായത് തമിഴ്നാട്ടിൽ TVK എന്ന് പറയുന്ന പുതിയ പാർട്ടി, വിജയുടെ പാർട്ടി ഏറ്റവും വലിയ തോതിൽ സീറ്റുകൾ നേടി ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് കുറച്ച് സീറ്റുകൾ ബാക്കി നിൽക്കെ എല്ലാ അർത്ഥത്തിലും പൂട്ടു വീഴുന്ന ഒരു അവസ്ഥയിലോട്ടാണ് വിജയുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് ഭൂരിപക്ഷം തെളിയിക്കാനായിട്ട് മറ്റു പല പാർട്ടികളുടെയും സഹായം തേടിയ വിജയ് ഈ പറയുന്ന കോൺഗ്രസ്, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികൾ, മറ്റു ചെറു പാർട്ടികളൊക്കെ തന്നെയും കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഭൂരിപക്ഷം എങ്ങനെയും തികയ്ക്കാനായിട്ട് പലവട്ടം ശ്രമിക്കുമ്പോഴും അതിന് പടിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതായിട്ടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ TVKയുടെ ഒരു അവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വിജയ്യുടെ TVK എന്ന് പറയുന്ന പാർട്ടി തുടക്കത്തിൽ തന്നെ പാളിച്ചകളുടെ ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു സഖ്യം, ആ സഖ്യം തന്നെ വിജയ്ക്ക് തലവേദനയാവുന്ന തരത്തിലോട്ട് വരും നാളിൽ മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതിൻ്റെ തുടക്കം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പാർട്ടികളൊക്കെ തന്നെയും ഓരോരോ സ്ഥാനങ്ങൾ, അതായത് വലിയ വലിയ സ്ഥാനങ്ങളാണ് വിജയ്ക്ക് മുന്നിൽ വയ്ക്കുന്ന നിബന്ധനകളെന്ന് പറയുന്നത്. ആ നിബന്ധനകൾ ഈ പറയുന്ന വിജയ് സ്വീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ തന്നെയും ഈ ഒരു നിലനിൽപ്പ്, അതായത് ഈ പാർട്ടിയുടെ ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ഈ ഒരു സർക്കാർ, വിജയ് ഇനി സർക്കാർ രൂപീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവസാനം എത്തിപ്പെട്ടാൽ പോലും ഇതിൻ്റെ മുന്നോട്ട് പോക്ക് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിലവിൽ കാണുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. കാരണം ഈ പാർട്ടികളൊക്കെ തന്നെയും നമുക്കറിയാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസ് പാർട്ടി DMKയിൽ നിന്നും കാലുമാറി ഈ പറയുന്ന രീതിയിൽ വിജയരോടൊപ്പം TVKയിലേക്ക് ചേർന്ന ഒരു പാർട്ടി. അതായത് എല്ലാ അർത്ഥത്തിലും DMKക്ക് 8ൻ്റെ പണി കൊടുത്തിട്ട് TVKയോടൊപ്പം ചേർന്ന പാർട്ടി. അതിൻ്റേതായിട്ടുള്ള ഒരു നേട്ടം ഈ പറയുന്ന രീതിയിൽ TVKയിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് മറ്റു പാർട്ടികളും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ തന്നെ വിജയെ വലിഞ്ഞു മുറുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഷ്ട്രീയത്തിൽ വിജയ് തുടക്കമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ വിജയുടെ പാർട്ടിക്കുള്ളിലുള്ളവർ പോലും എല്ലാ അർത്ഥത്തിലും ഒരു രാഷ്ട്രീയക്കാരല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന തോതിൽ കോൺഗ്രസ് പാർട്ടിയായാലും ഇടതുപക്ഷ പാർട്ടിയായാലും മറ്റു പാർട്ടികളൊക്കെ തന്നെ ആയാലും ഇവരൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ പലതരത്തിലുമുള്ള കളികൾ കളിച്ചിട്ട് വിജയുടെ പാർട്ടിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ പറയുന്ന വിജയുടെ ഇനി മുന്നോട്ടുള്ള നാളുകൾ അത് തീർച്ചയായിട്ടും ഇവരുടെ കൈവശം എത്തിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ വിജയ് ഏറ്റവും വലിയ തോതിലുള്ള പ്രശ്നം നേരിടാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് 100% ഉറപ്പാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ വിജയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അത്രയും സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ പോലും ഇത്രയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. ഇത് സീറ്റുകൾ കിട്ടാനായിട്ട് വിജയ് ഈ പറയുന്ന ഒരു തോതിൽ ഈ ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പാർട്ടികളൊക്കെ തന്നെയും വലിയ തോതിലുള്ള നിബന്ധനകൾ വിജയ്ക്ക് മുന്നിൽ വച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി മുൻപോട്ട് പോകുമ്പോഴും വിജയെ വലിഞ്ഞു മുറുകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സഖ്യം വിജയ്ക്ക് മുൻപോട്ട് പോകുമ്പോഴത്തേക്കും 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി വിജയ്ക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന പാർട്ടിക്ക് അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെയും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പല രീതിയിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ പാർട്ടികളൊക്കെ തന്നെയും വലിയ തോതിൽ വിലപേശുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവസാനം ഇനി ഞങ്ങൾ ഈ സഖ്യത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജയുടെ പാർട്ടിയിൽ നിന്നും പിന്മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ പോലും വിജയ് അപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിൽ TVK അവിടെ ആകും. ഇപ്പോൾ നിലവിൽ ഭരണം അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ പോലും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന തോതിൽ ഒരു കൂട്ടക്കൊഴിച്ചിൽ ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യം തുടക്കം നോക്കുമ്പോൾ തന്നെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും വിജയുടെ പാർട്ടിയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന സാഹചര്യമാണ് ഇനി മുന്നോട്ട് പോകുമ്പോഴെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഭരണം ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും, ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലോട്ട് ഭരണം എത്തിക്കാനായിട്ട് വിജയ്ക്ക് സാധിക്കുമോ, കൂടെയുള്ളവർ കാലുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടിയിരിക്കുന്നു TVK എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം
കാര്യമെന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വിജയ് വലിയ തോതിലുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഒരു തുടക്കം മാത്രമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പോലും ഭൂരിപക്ഷം തികയ്ക്കാനായിട്ട് വിജയ്ക്ക് സാധിക്കുന്നില്ല. ഭൂരിപക്ഷം തികയ്ക്കണമെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് വിജയിക്ക് വേണം. അതോടൊപ്പം തന്നെ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പലരും വലിയ വലിയ സ്ഥാനങ്ങൾ ചോദിക്കുന്നുണ്ട്, വിലപേശുന്നുണ്ട്. അങ്ങനെ പല രീതിയിലോട്ടും വിജയെ കുരുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ വിജയ് വിജയിക്കുകയും ചെയ്തു, അതോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ തോതിൽ ഗുണകരമായി മാറുന്നത് അവിടെ DMKക്കോ ADMKക്കോ ഒന്നുമല്ല, അത് BJPക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വിജയ് തന്നെ അവിടെ വഴിയൊരുക്കിയിരിക്കുകയാണ് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ചരട് BJPയുടെ കയ്യിൽ എത്തുന്ന അല്ലെങ്കിൽ എത്തിക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ അവിടുത്തെ പ്രതിസന്ധി ഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വിജയുടെ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക് വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി തന്നെയായിരിക്കും BJP എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കേന്ദ്ര നേതൃത്വമായാൽ പോലും. അതുകൊണ്ട് തന്നെയും വിജയുടെ ഇപ്പോഴത്തെ നില ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. അവിടെ ഒരു ഗവർണർ ഭരണം പോലും വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ നിലവിലത്തെ പോക്കെന്ന് പറയുന്നത്. ഈ പറയുന്ന ഇത്രയും സീറ്റുകൾ കിട്ടിയിട്ട് പോലും ഭരണത്തിലെത്താൻ സാധിക്കുന്നില്ല. ഭരണത്തിലെത്തണമെങ്കിൽ തന്നെയും ഈ പറയുന്ന മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായേ തീരത്തുള്ളൂ എന്നുള്ള ദയനീയ അവസ്ഥ ഉണ്ടാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ പോലും മറ്റുള്ളവർ പരമാവധിയുള്ള നേട്ടങ്ങൾ കൊയ്യാനായിട്ട് മാത്രമേ വിജയിൽ നിന്നും ശ്രമിക്കത്തുള്ളൂ. അത് വിജയെ തീർച്ചയായിട്ടും വരും നാളിൽ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുമെന്നുള്ളത് 100% ഉറപ്പാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയും അതിനിടയിൽ BJPയുടെ ഒരു ചരടുവലി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ BJP വിചാരിക്കുന്ന കണക്ക് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയാം. എന്തായാലും വിജയുടെ പാർട്ടിയുടെ വിജയം അതൊരു വലിയ വിജയം തന്നെയാണ്. പക്ഷേ ആ വിജയത്തിൽ പോലും വിജയ്ക്ക് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളും തമിഴ്നാട്ടിൽ വരും ദിനങ്ങളിൽ നേരിടേണ്ടി വരുമെന്നുള്ളതാണ് പച്ചയായ സത്യമെന്ന് പറയുന്നത്. അതിൽ സഖ്യകക്ഷികളുടെ പിടിമുറുക്കമുണ്ടാകും. അതോടൊപ്പം തന്നെ പലരും കൂറുമാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പല കൂട്ടക്കൊഴിച്ചിലുകൾ തന്നെ വിജയുടെ പാർട്ടിക്കകത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ പോലും തള്ളിക്കളയാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്.